സോ വിഷൻ ബോർഡിന് ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോൾ എല്ലാവരും അതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ പിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇല്ലാത്തവരാണെങ്കിൽ ഉണ്ടെങ്കിൽ പിൻട്രസ്റ്റ് എടുക്കുക. ദെൻ ഇങ്ങനെ 5 ചിഹ്നം താഴെ കാണുന്നതിൽ പ്ലസ് സൈൻ എടുക്കുക. ദെൻ ഇവിടെ ബോർഡ് നെയിം പറഞ്ഞിട്ടുണ്ട് അവർ, അതിൽ നമ്മൾ വിഷൻ ബോർഡ് എന്ന് കൊടുക്കുക. വിഷൻ ബോർഡ് 2025. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ വിഷൻ ബോർഡ് 2025 എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വിഷൻ ബോർഡ് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര അടിപൊളിയായി തോന്നിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2025 അടിച്ചപ്പോൾ എനിക്കത് സേവ് ആയില്ല, കാരണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 എന്ന് കൊടുത്തിട്ട് ഞാനത് സേവ് കൊടുത്തു. നിങ്ങൾ കൊടുക്കുമ്പോൾ ആ 2ൻ്റെ ആവശ്യമില്ല, 2025 കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. പിന്നെ ഇതുപോലെ സം പിൻസൊക്കെ കാണിക്കും, അതൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ കണ്ടോ ഓർഗനൈസ്, ക്രിയേറ്റ്, മോർ ഐഡിയാസ്, കൊളാഷ് എന്നൊക്കെ. അപ്പോൾ അതിൽ കൊളാഷ് എന്നുള്ളത് സെർച്ച് ചെയ്യുക, കാരണം നമുക്ക് കൊളാഷാണ് ചെയ്യാനുള്ളത്. പിന്നെ ഇതുപോലെ വേണ്ടാതെ വരുന്ന ഓരോ സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തതിന് ശേഷം ഇതാണ് സെക്കൻഡ് ടൈം ഞാനിത് ചെയ്യാൻ ഓപ്പൺ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലെ കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടി, എങ്ങനെ എടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിന്ന് പോയതാണ്. അപ്പോൾ ജസ്റ്റ് അത് ക്യാൻസൽ ചെയ്യുക. ഇവിടെ കണ്ടോ താഴത്തൊരു ക്രോസ് മാർക്ക് ഉണ്ട്, അത് ഡിസ്മിസ് ചെയ്ത് കൊടുക്കുക. ഇതും ഡിസ്മിസ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും നമുക്ക് വേണ്ട. ഇതാണ് നമ്മളുടെ പേജ്, നമ്മൾ കൊളാഷ് ചെയ്യാൻ പോകുന്ന പേജ് ഇതാണ്. സോ അതിൽ കുറച്ച് ഡിസൈൻസൊക്കെ ഉണ്ട്. അതൊരു ടു ഗുഡാണ്, നമുക്ക് കാണുമ്പോൾ ഒരു അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അത്. ദെൻ അതിൽ പ്ലസ് ചിഹ്നം എടുക്കുക. പ്ലസ് ചിഹ്നം കൊടുത്തിട്ട് അവിടെ സെർച്ച് പിൻട്രസ്റ്റ് എന്ന് കാണില്ലേ, അവിടെ നമുക്ക് വേണ്ടത് എന്താണോ, നമ്മളെ ഡ്രീംസ് എന്താണോ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രീംസ് കാണുന്നത്, നമ്മുടെ വിഷൻ എന്താണ്, 2025 വിഷൻ ബോർഡ് എന്താണ്, നമ്മൾ ഈ 2025 അച്ചീവ് ചെയ്യാൻ പോകുന്ന നമുക്ക് വേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു കൊളാഷാക്കി ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഈ വർഷത്തെ വിഷൻ എന്താണ്? അപ്പോൾ എൻ്റെ വിഷൻ എന്ന് പറയുന്നത്, മെയിൻ വിഷൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ നല്ലൊരു പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ അതുപോലെ നിങ്ങൾക്കും സ്റ്റഡീസിലോ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്സിലോ, സ്കിൻ കെയർ, ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ട്രാവൽ ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അത് ഓരോന്നായിട്ട് ഈ സെർച്ച് ബട്ടണിൽ സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്രയ്ക്ക് സിമ്പിളാണ് ഈ പരിപാടി. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലോങ് വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിതിലിപ്പോൾ ആദ്യം യൂട്യൂബ് റീച്ച് കട്ടൗട്ട്സ് അടിച്ചു കൊടുത്തു, എന്നിട്ട് ഒരു യൂട്യൂബിൻ്റെ സൈൻ കൊടുത്തു, അതിൻ്റെ ഒരു കട്ടൗട്ട് വന്നത് പ്ലേസ് ചെയ്തു. ദെൻ നമുക്ക് എന്താണ് യൂട്യൂബിൽ അച്ചീവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ സിൽവർ പ്ലേ ബട്ടണാണ് നമ്മളുടെ ഈ വർഷത്തെ ഇത്. അപ്പോൾ ഈ വർഷം ഫുള്ളായി കിടക്കുമ്പോൾ നമുക്ക് സിൽവർ ബട്ടണിലൊന്നും ഒതുങ്ങാൻ പറ്റില്ല. ഗോൾഡ് എങ്കിൽ ഗോൾഡ്. അപ്പം ഞാൻ ചെയ്തപ്പോൾ ഗോൾഡ് പ്ലേ ബട്ടണാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സിൽവറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് വന്നത് ഗോൾഡാണ് ഫസ്റ്റ്. അപ്പോൾ ഐ തോട്ട് ഓക്കെ, നമുക്ക് എന്തുകൊണ്ട് ബിഗ്ഗായിട്ട് അച്ചീവ് ചെയ്തുകൂടാ, വിഷൻ വെച്ചുകൂടാ. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളല്ല, നമ്മളുടെ ആഗ്രഹങ്ങളാണ്, ഇതെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രീതിക്ക് കൊടുക്കാം. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷന് കുറച്ച് എന്താ പറയുക, കുറച്ച് പൊലിവൊക്കെ കൊടുക്കുക. ഐ മീൻ കുറച്ച് ബിഗ്ഗാക്കിയിട്ട് പേസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ വിഷനും ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയത് ചെറുതാക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷെ മറ്റേതിൽ നമ്മുടെ മറ്റ് അച്ചീവ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ മറ്റ് അച്ചീവ്മെൻറ്റ്സ് ആവേണ്ട കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് പോയി നമ്മുടെ മെയിൻ വിഷനിലേക്ക് പോവാതിരിക്കരുത്. അപ്പോൾ നമ്മൾ അതിന് കുറച്ച് ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള ഓരോന്നായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത് സെലക്ട് ചെയ്തത് സ്റ്റഡി, നന്നായി പഠിക്കണം, പിന്നെ ഏൺ മണി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോന്നും ഇത് എൻ്റെ വിഷൻ അല്ല കേട്ടോ, എൻ്റെ വിഷൻ ബോർഡ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇത് ഞാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും വിഷനുകൾ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബേസിസിൽ ചെയ്തതാണ്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെയും ഇപ്പോഴത്തെ പ്രശ്നമാണ് ഈ ഡ്രിങ്ക് വാട്ടർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ വലിയ വിഷൻ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ചെയ്യാത്ത ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ സ്കിൻ കെയർ ആയിക്കോട്ടെ, വെള്ളം കുടിക്കുന്നതായിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, വളരെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പലർക്കും അത് പറ്റുന്നില്ല, ഇൻക്ലൂഡിങ് മീ. എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ അതൊക്കെ എൻ്റെ ഒരു വിഷനായി കണ്ടിട്ട് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ എൻ്റെ ഏറ്റവും
എന്താ പറയുക, എളുപ്പമുള്ളതും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഡ്രിങ്ക് മോഡ് വാട്ടർ. ഇത് ഞാൻ നിങ്ങൾക്കിത് ചെയ്യുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ ആലോചിച്ചത്. പക്ഷേ ഞാനതെൻ്റെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ബട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്കൊരു വിഷനും ഇല്ല, എന്താണ് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എല്ലാവർക്കും എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടാവും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗുഡ് അക്കാഡമിക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും താഴത്തെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഓരോ വിഷൻസും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാൻ. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റാണ്, ഇതുകൊണ്ടാണ് മോളിങ്ങനെ കരഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു ഓഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചതാണ്, അപ്പം അതിന് പറ്റുന്നില്ല. പിന്നെ കുറേ വീഡിയോസ് ഉണ്ട് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ആ ചില റീസൺ കാരണമാണ്. സോ അതിന് ഞാൻ സോറി ചോദിക്കണം. ദെൻ ഇതുപോലെ നമുക്ക് വേണ്ട എല്ലാ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എനിക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല കാരണം ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ചെയ്യുകയാണ്. അപ്പം ഞാൻ എല്ലാം കാണിക്കണം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇതുപോലെ ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ സെർച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കൊളാഷ് ഉണ്ടാക്കി. നിങ്ങൾക്ക് ഇതിനേക്കാളും സൂപ്പറായിട്ട് ഉണ്ടാകാനായിട്ട് നിങ്ങളുടെ വിഷനല്ലേ നിങ്ങളോട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഗ്യാപ്പൊന്നും വിടാതെ നിങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ അവിടെ കുറച്ച് ഡിസൈൻസ് കൊടുക്കാം. ദെൻ ഇവിടെ ആഡ് എ ടൈറ്റിൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതെന്താണെന്ന് വെച്ചാൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല, കാരണം ഇത് ഉണ്ടെങ്കിലാണ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇത് എന്താണെന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷൻ ബോർഡ് മൈൻഡ് 2025 അങ്ങനെ കൊടുക്കുക. സോറി, ഞാനിപ്പോഴാണ് കാണുന്നത് 35 കൊടുത്തത്. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം, എന്താണോ ടൈറ്റിൽ കൊടുക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ മൈ വിഷൻ, അങ്ങനെ പലതും കൊടുക്കാമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കുക. പിന്നെ ഞാൻ മൈ വിഷൻ ബോർഡിന് രണ്ടാമത് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് വേണമെങ്കിൽ കുറേ ആയിട്ട് കൊടുക്കാം. ദെൻ ഓൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്ന് അറിയാമെങ്കിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റുകളാണത്. അപ്പോൾ അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത്രയേ ഉള്ളൂ. ദെൻ അത് സേവ് ചെയ്യുക. ക്രിയേറ്റ് എന്ന് കൊടുത്താൽ അത് നമ്മൾ സേവ് ആവും. അപ്പോൾ ഇതുപോലെ സേവ് ചെയ്യാം. ഇതിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ കണ്ടോ ടൈം ലാപ്സ്. അപ്പോൾ ഞാൻ പെട്ടെന്നുള്ളൊരിതിൽ സേവ് ചെയ്തു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല സേവ് ചെയ്യുന്നത്. ആ 3 കുത്തുന്നുണ്ട് താഴെ, അതമർത്തുക, ഡൗൺലോഡ് കൊളാഷ് കൊടുക്കുക. കൊളാഷ് കൊടുത്തതിന് ശേഷം ഇത് വീഡിയോ ആണ്, അൺക്രംബിൾ കണ്ടിട്ട് എന്തോ വരും. ദെൻ നമുക്ക് ഹാർട്ട്, അനലോഗ്, അങ്ങനെ കുറേ. അപ്പം നമുക്ക് വേണ്ടത് ഇമേജ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇമേജ്, നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് സെലക്ട് ചെയ്യാം. സോ എനിക്ക് വേണ്ടിയിരുന്നത് ഇമേജ് ആണ്. അപ്പോൾ ഞാൻ ഇമേജായിട്ട് അത് സെലക്ട് ചെയ്തു. ദെൻ ഞാനത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഫോട്ടോ എടുത്തു ഞാൻ. ദെൻ അതിന് നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. സോ എങ്ങനെയാണോ ഓരോ ഫോണിൽ ഓരോ രീതിക്കാണല്ലോ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത് ആ രീതിക്കായിരുന്നു വാൾപേപ്പർ ആക്കി വെക്കുക. ഇതിനൊന്നും ഞാനൊരു എന്താ പറയുക ട്യൂട്ടോറിയൽ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ എങ്ങനെയാണ്, എൻ്റെ ഫോൺ പോലെ നിങ്ങളുടെ ഫോണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം. സോ ഇത് കണ്ടോ, ഞാനതിന് എൻ്റെ വാൾപേപ്പർ ആക്കി വെച്ചു, ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ. സോ വെൻ എവർ ഐ ഓപ്പൺ മൈ ഫോൺ ഫസ്റ്റ് കാണുന്നത് എൻ്റെ വിഷയമാണ്. സോ ഐ വിൽ ബി വെരി എന്താ പറയുക ഒരു മോട്ടിവേറ്റ് ആവും. സോ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്.